അമ്മേ എനിക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തരോ? അതിനെന്താ ഉണ്ടാക്കി തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചുമ്മാ ബീച്ചിൽ പോയപ്പോ വാങ്ങിച്ചാണ് കേട്ടോ ഈ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോയപ്പോഴാണ് കുഞ്ഞപ്പം പറയുന്നത് ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന്. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പും ഗരം മസാലപ്പൊടിയൊക്കെ തേച്ച് നമ്മുടെ ചെമ്മീനെ വറക്കാൻ വെച്ച് കേട്ടോ. അത് അവിടെ ഇരുന്ന് തനിയെ മുരിഞ്ഞോളൂ. ആ സമയം കൂടി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിൾ ആണ്. ഒരു കുഞ്ഞു കുക്കർ എടുത്തിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് മറ്റേ കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഇലക്ക അതെല്ലാം കൂടി ഇട്ടിരുന്ന് വഴറ്റിയിട്ട് കഴുകി വാരി വെച്ചേക്കുന്ന നമ്മുടെ നെയ്ച്ചോറിന്റെ അരി എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും നാരങ്ങാനീരും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് മൂടി വെക്കുക. ഒറ്റ വിസിൽ മതി. എന്നിട്ട് കുക്കർ ഓഫ് ആക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതങ്ങോട്ട് കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി എടുക്കുക. മൂത്ത് കഴിയുമ്പോൾ നേരത്തെ ചെമ്മീൻ പരട്ടിയ പൊടികളില്ലേ അതൊക്കെ തന്നെ ഇതിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. കൂടി പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുക. അതാണ് കേട്ടോ മെയിൻ. അത് കഴിഞ്ഞതേ നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് ഇനിയാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. കുക്കർ തുറന്നു നോക്കിയപ്പോൾ നെയ്ച്ചോറ് സെറ്റ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രേവി കുറച്ച് മാറ്റി എന്നിട്ട് കുറച്ച് ചോറെടുത്ത് അതിന്റെ മുകളിലേക്ക് ലെയർ ചെയ്തു. ഇനി കുറച്ച് ലെയറിങ് പരിപാടികളാണ്. പിന്നെയും നമ്മൾ ചെമ്മീൻ ഇടണം, പിന്നെയും നമ്മൾ കുറച്ച് ചോറിടണം. അങ്ങനെ 2-3 സെറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ അതിന്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഫ്ലേവറിന്. വേണമെങ്കിൽ മറ്റേ സവാള മൊരിച്ചതും കശുവണ്ടിയും മുന്തിരിയൊക്കെ അതൊക്കെ ഇടാം. ചേട്ടനും കുഞ്ഞപ്പനും അതൊന്നും ഇഷ്ടമല്ല. രണ്ടുപേരും അതൊക്കെ പിറക്കി മാറ്റി. എന്നിട്ട് 5 മിനിറ്റ് കുക്കർ വീണ്ടും മൂടി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരു മണം വരും. എന്റെ പൊന്നെ, ആക്രാന്തക്കാരനെ എടുത്ത് വായി വെക്കരുത്. നല്ല ചൂടുണ്ടാകും. പയ്യെ തണുത്തിട്ട് രുചിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ അതേ കുഞ്ഞപ്പന് കൊണ്ട് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവന് പാകത്തിനുള്ള എരിവേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചമുളകൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.